പ്രവാസ ലോകത്തുനിന്നുള്ള വാർത്തകളിലേക്ക്. ഇന്ത്യ, വിയറ്റ്നാം, ഇസ്രായേൽ എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികളുമായി US പ്രസിഡന്റ് ട്രംപ് സംസാരിച്ചതായി റിപ്പോർട്ട്. പരസ്പര താരിഫ് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ നയതന്ത്ര ഇടപെടലാണിത്. അടുത്തയാഴ്ച നടപ്പാവുന്ന താരിഫുകളുടെ ആഘാതം കുറയ്ക്കാനുള്ള വ്യാപാര കരാറുകളെക്കുറിച്ചാണ് ട്രംപ് ചർച്ച നടത്തിയെന്നാണ് സൂചന. വ്യാഴാഴ്ച 180-ലധികം രാജ്യങ്ങൾക്ക് പൊതുവായ താരിഫുകളും പരസ്പര താരിഫുകളും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. കോർപ്പറേറ്റ് അമേരിക്ക, ആഗോള വ്യാപാര പങ്കാളികൾ, US കോൺഗ്രസിലെ ചില അംഗങ്ങൾ എന്നിവരിൽ നിന്നുപോലും എതിർപ്പുയർന്നിട്ടും ട്രംപ് താരിഫ് നയത്തിൽ നിന്ന് പിന്മാറുന്നതിനെക്കുറിച്ച് ഒരു സൂചനയും കാണിച്ചിട്ടില്ല. അന്താരാഷ്ട്ര വ്യാപാര ബന്ധങ്ങൾ പുനർനിർമ്മിക്കുന്നതിന് ഈ നടപടികൾ അനിവാര്യമാണെന്ന് ട്രംപ് ഉറപ്പിച്ചു പറയുന്നു. ആദ്യം ഇന്ത്യക്ക് 27% താരിഫ് ഏർപ്പെടുത്തിയിരുന്നു. പിന്നീടത് 26%. താരിഫുകൾ കുറയ്ക്കുമെന്ന പ്രതീക്ഷയിൽ ഇന്ത്യ US-ഉമായി വ്യാപാര ചർച്ചകൾ നടത്തിവരികയാണ്. ചർച്ചകളിലൂടെ ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് ഇളവുകൾ ലഭിക്കുമെന്ന് കയറ്റുമതിക്കാർ പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. അബുദാബി കൂടുതൽ സ്മാർട്ടാകുന്നു. എമിറേറ്റിൽ നടപ്പിലാക്കുന്നത് 75 ബില്യൺ ദിർഹത്തിന്റെ വികസന പദ്ധതികൾ. ആഗോള സൂചകങ്ങൾ പ്രകാരം മിഡിൽ ഈസ്റ്റിലെയും വടക്കേ ആഫ്രിക്കയിലെയും ഏറ്റവും താമസയോഗ്യമായ നഗരമായി മാറുക എന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ് അബുദാബി മുനിസിപ്പാലിറ്റി. കഴിഞ്ഞ വർഷം 4 ബില്യൺ ദിർഹത്തിലധികം മൂല്യമുള്ള വികസന പദ്ധതികൾ പൂർത്തിയാക്കി. ഇക്കണോമിക്സ് ഇന്റലിജൻസ് യൂണിറ്റിന്റെ ഗ്ലോബൽ ലൈവബിലിറ്റി ഇൻഡെക്സ് പ്രകാരം വടക്കൻ ആഫ്രിക്ക UAE മേഖലയായ മെനയിലെ ഏറ്റവും ജീവിക്കാൻ കൊള്ളാവുന്ന നഗരമായും, നമ്പിയോ സൂചിക പ്രകാരം കുറ്റകൃത്യങ്ങൾ കുറഞ്ഞ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങളിലൊന്നായും അബുദാബിയെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. കൂടാതെ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് അബുദാബി നഗരത്തെ ആഗോളതലത്തിൽ ഏറ്റവും മികച്ച 10 സ്മാർട്ട് നഗരങ്ങളിലൊന്നായി അംഗീകരിച്ചു. അൽ ദഫ്ര മേഖലയിലെ അൽ അബിയാദ് റോഡിന്റെ വിപുലീകരണവും 315 മില്യൺ ദിർഹത്തിന്റെ ഒരു ഇരട്ടപ്പാല പദ്ധതിയും ഉൾപ്പെടെയുള്ള വികസനത്തിന് 3.4 ബില്യൺ ദിർഹം ഭരണകൂടം അനുവദിച്ചിട്ടുണ്ട്. അബുദാബിയിലെ അൽ ഖലീജ് അൽ അറബി സ്ട്രീറ്റിൽ പ്രഭാത തിരക്ക് സമയത്തെ കാലതാമസം 80% വരെ കുറയ്ക്കാനും കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഒമാനിൽ പേയ്മെന്റ് സംവിധാനം നടപ്പിലാക്കാത്ത സ്ഥാപനങ്ങൾക്ക് പിഴ ഏർപ്പെടുത്തും. വഞ്ചന, വ്യാജ ബില്ലിംഗ് എന്നിവ തടയലാണ് ലക്ഷ്യം. ഒമാനിലെ വാണിജ്യ സ്ഥാപനങ്ങളിൽ മൊബൈൽ ആപ്പ് വഴിയുള്ള പണമിടപാട് ഒഴിവാക്കണമെന്ന് വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. പകരം കാർഡ് ഉപയോഗിച്ച് പേയ്മെന്റ് നടത്താനുള്ള സംവിധാനം വേണം. പേയ്മെന്റ് ഓപ്ഷനുകൾ നൽകാത്തവർക്കെതിരെ ഉപഭോക്താക്കൾക്ക് തജാവൂബ് പ്ലാറ്റ്ഫോം വഴി റിപ്പോർട്ട് ചെയ്യാം. 100 റിയാലാണ് പിഴ. ജ്വല്ലറികൾ, റെസ്റ്റോറന്റുകൾ, കഫേകൾ, പച്ചക്കറി പഴ വ്യാപാര സ്ഥാപനങ്ങൾ, മാളുകൾ, വ്യവസായ മേഖല, ഇലക്ട്രോണിക് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലാണ് പേയ്മെന്റ് സംവിധാനം നടപ്പിലാക്കിയത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഖത്തറിലേക്ക് വരുന്നവരുടെ കൈവശം 50,000 ഖത്തർ റിയാലിൽ കൂടുതൽ മൂല്യമുള്ള കറൻസിയോ ലോഹങ്ങളോ ഉണ്ടെങ്കിൽ വെളിപ്പെടുത്തണമെന്ന നിർദ്ദേശം. നിയമലംഘകർക്കെതിരെ നിയമ നടപടി വരും. യാത്രക്കാരുടെ കൈവശം 50,000 ഖത്തർ റിയാലിൽ കൂടുതൽ മൂല്യമുള്ള കറൻസിയോ ലോഹങ്ങളോ ഉണ്ടെങ്കിൽ കസ്റ്റംസ് ഓഫീസിൽ നേരിട്ടോ ഓൺലൈൻ മുഖേനയോ അപേക്ഷ നൽകണം. രാജ്യത്ത് പ്രവർത്തിക്കുന്ന എല്ലാ എയർലൈനുകളിലും യാത്ര ചെയ്യുന്നവർ ഈ നിർദ്ദേശം പാലിക്കേണ്ടതാണ്. രാജ്യത്തിന്റെ എല്ലാ പ്രവേശന കവാടങ്ങൾ വഴിയും യാത്ര ചെയ്യുന്നവർക്ക് ഈ നിർദ്ദേശം ബാധകമാണ്. ഡിക്ലറേഷൻ ഫോം നൽകാതിരിക്കുകയോ ഫോമിൽ തെറ്റായ വിവരങ്ങൾ നൽകുകയോ ചെയ്താൽ 3 വർഷം വരെ തടവും 1 ലക്ഷം മുതൽ 5 ലക്ഷം വരെ പിഴയും ലഭിക്കും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കുവൈറ്റിൽ പകർച്ചവ്യാധി വൈദ്യപരിശോധനയ്ക്ക് വിധേയരാകുന്നത് പ്രതിവർഷം 5 ലക്ഷത്തിലധികം പ്രവാസികൾ. പൊതുജനാരോഗ്യം സംരക്ഷിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. പകർച്ചവ്യാധികൾ കണ്ടെത്താനും ആരോഗ്യക്ഷമത ഉറപ്പാക്കാനുമായി ആരോഗ്യ മന്ത്രാലയത്തിലെ പ്രവാസി ലേബർ സ്ക്രീനിംഗ് യൂണിറ്റാണ് സമഗ്ര വൈദ്യപരിശോധനകൾ നടത്തുന്നത്. ഹെപ്പറ്റൈറ്റിസ് B, C, എയ്ഡ്സ്, ക്ഷയം തുടങ്ങിയ പകർച്ചവ്യാധികൾ കണ്ടെത്താനാണ് പ്രധാനമായും പരിശോധനകൾ. കൂടാതെ പ്രവാസികൾക്ക് മെനിഞ്ചൈറ്റിസ് വാക്സിനുകൾ ഉൾപ്പെടെ ആവശ്യമായ പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകുന്നുണ്ടെന്നും ഇവരോടൊപ്പമുള്ള കുട്ടികൾക്ക് ശരിയായ രീതിയിൽ പ്രതിരോധ കുത്തിവയ്പ്പ് ലഭിക്കുന്നുണ്ടെന്നും യൂണിറ്റ് ഉറപ്പാക്കുന്നുണ്ട്. അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ സംയോജനം, പരിശോധന കേന്ദ്രങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കൽ, GCC രാജ്യങ്ങളുമായുള്ള സഹകരണം എന്നിവയുൾപ്പെടെ രാജ്യത്തെ ആരോഗ്യ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് സ്ക്രീനിംഗ് യൂണിറ്റ് മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.